ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളിൽ ഇടപെടുന്ന വിധങ്ങളെ വ്യത്യസ്തരായ ആളുകളുടെ മേൽ ദൈവാത്മാവ് വന്ന് ആവസിക്കുന്നതിനെ കുറിച്ച് ഉള്ള പഠനത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഓൾഡ് ടെസ്റ്റമെന്റിലെ ചില ആളുകളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ഈ കാര്യങ്ങൾ വിവരിച്ചതിന്റെ ഒരു ഉദ്ദേശം, അതിനുശേഷം വേണം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടായതിനു ശേഷം ദൈവാത്മ പ്രവർത്തനത്തിന്റെ ആ രീതിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് കാലേബിന്റെ കാര്യമാണ്. കാലേബ് അവൻ വേറൊരു ആത്മാവ്, ഹി വാസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ്. അതുകൊണ്ട് അവൻ കാര്യങ്ങളെ കാണുന്നത് വ്യത്യാസമായിട്ടാണ്, അവന്റെ റിപ്പോർട്ട്സ് എല്ലാം വ്യത്യാസമാണ്. അവൻ ശത്രുവിനെ തോൽപ്പിക്കണമെന്നുള്ള വലിയ അഭിവാഞ്ചി അവന്റെ ഹൃദയത്തിലുണ്ടായി. ദൈവം അവനോട് ഡയറക്റ്റായിട്ട് മോശയിലൂടെ പറഞ്ഞു, നീ നല്ല റിപ്പോർട്ട് തന്നതുകൊണ്ടല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ തന്നെ അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ആ ദേശം, നീ കണ്ട അനാക്യ മല്ലന്മാരുടെ ദേശം തന്നെ ഞാൻ നിനക്ക് തരും. അവനത് മറക്കാതിരുന്നു. 40 years കഴിഞ്ഞിട്ട് എല്ലാവർക്കും രാജ്യം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഇവൻ യോശുവയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, മോശനോട് പറഞ്ഞിട്ടുണ്ട് ആ ദേശം ഞാൻ കൈവശമാക്കുമെന്ന്. ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ട്, പക്ഷേ എന്റെ ആവേശമോ വീര്യമോ യാതൊന്നും തീർന്നു പോയിട്ടില്ല. പൂർണ്ണമായിട്ടും ആ സ്ഥലം ഞാൻ കീഴടക്കുവാനായിട്ട് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. ആ അനാക്യ മല്ലന്മാരെ അന്നേ ഞാൻ നോട്ടമിട്ട് വെച്ചിരുന്നതാണ്. ആ സ്ഥലം പിടിച്ചടക്കുന്ന ഒദ്നിയേലിന് അവൻ തന്റെ മകളെ ഭാര്യയായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാലേബിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒന്നാമത്തെ കാര്യം, ഹി വാസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ്. രണ്ടാമത് പറഞ്ഞത്, യോശുവയെ പോലെ തന്നെ ഇവൻ എന്താണ്, പൂർണ്ണ ഹൃദയത്തോടുകൂടെ തന്നെ ദൈവത്തെ പിൻപറ്റി എന്നുള്ളതാണ്. എന്നെ പൂർണ്ണമായി അനുസരിച്ചു. പൂർണ്ണമായ അനുസരണത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവനെ സേവിക്കണം. അപ്പോൾ ഈ പൂർണ്ണമായി അനുസരിച്ചു എന്ന് പറയുന്നത് എല്ലാ നല്ല സാഹചര്യത്തിലും അല്ല ഇവൻ അനുസരിച്ചത്. എല്ലാ നല്ല സാഹചര്യങ്ങളിലും അനുസരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് നമുക്കറിയാം. എല്ലാം അനുകൂല സാഹചര്യമാണെങ്കിൽ നമുക്ക് കർത്താവിനെ അനുസരിക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. ഒരു വല്യമ്മച്ചി ഒരിക്കൽ ഒരു യോഗത്തിന് ഇങ്ങനെ സാക്ഷി പറഞ്ഞു, മോനെ കഴിഞ്ഞ 22 വർഷമായിട്ട് വിശ്വാസത്താൽ രോഗശാന്തി പിടിച്ചു നിൽക്കുക, ഇതുവരെ മരുന്ന് കഴിക്കാൻ കർത്താവ് ഇടയാക്കിയില്ല. അപ്പൊ എല്ലാവരും വലിയ സ്തോത്രമൊക്കെ പറഞ്ഞു. തീർന്നപ്പോൾ ഒരു പയ്യൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി 22 വർഷത്തിനിടയ്ക്ക് അസുഖം വന്നു? ദൈവകൃപയുടെ അസുഖം വന്നില്ല മോനെ, ദൈവകൃപയുടെ അസുഖം വന്നില്ല. അപ്പൊ അസുഖം വന്നില്ലെങ്കിൽ രോഗശാന്തി പിടിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ? അസുഖം വന്നില്ലെങ്കിൽ അല്ലേ? പൈസ എന്നും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മിഷണറിമാർക്ക് സാധനം പറയും, എന്നും കാശ് കയ്യിലുണ്ടെങ്കിൽ വിശ്വാസയോഗമൊന്നുമല്ല. പ്രാർത്ഥിക്കും കാശ് കിട്ടുകയാണെങ്കിൽ വിശ്വാസയോഗമൊന്നുമല്ല, സുഖമുള്ള കാര്യമാണ്. കാര്യം സെക്കുലർ ജോബിൽ പോലും ചോദിക്കുമ്പോൾ കാശ് കിട്ടും ഇല്ലല്ലോ, സമയത്തല്ല കിട്ടത്തുള്ളൂ ഇല്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇവരുടെ വിശ്വാസം എത്ര ശക്തമാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. എന്നാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ എപ്പോഴാണ് യഹോവയെ തന്നെ പിന്തുടരുവാനായിട്ട് ഇവൻ തീരുമാനമെടുക്കുന്നത് അറിയാമോ? ജനങ്ങൾ അവനെ കല്ലെറിയണമെന്ന് തീരുമാനിക്കുന്ന നേരത്താണ്. ഇവൻ എന്ത് പറഞ്ഞു? ഇവൻ പറഞ്ഞു 10-ാമത്തെ അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദേശം, നമുക്ക് കല്ലേറ് കൊള്ളേണ്ട സാഹചര്യത്തിലും അവർ ദൈവത്തെ പിൻപറ്റുന്നതാണ്. അല്ലെങ്കിൽ മരണത്തെ നേരിടേണ്ട സമയത്തും അവരെന്ത് ചെയ്യുന്നു? കർത്താവിനെ പിൻപറ്റുകയാണ്. അല്ലാതെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ സമയത്തല്ല, കല്ലേറ് കൊണ്ട് ചത്തുപോകുമെന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിലും അവരെന്ത് ചെയ്യുന്നു? ദൈവത്തെ പൂർണ്ണമായിട്ട് അനുഗമിക്കുകയാണ്. സെർവിംഗ് ദ ലോർഡ് ഹോൾ ഹാർട്ടഡ്ലി ഇറ്റ് ഈസ് കോസ്റ്റ്ലി. കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുക, പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുക എന്ന് പറയുന്നത് വിലയുള്ളതാണ് തന്നെയില്ല. അതാണ് അതിന്റെ തെളിവ്. അല്ലെങ്കിൽ എന്താ തെളിവ് ഇല്ലേ? ദൈവം എപ്പോഴും, ദൈവത്തിന് തന്നെ നമ്മുടെ ഈ പിള്ളേരെ കുറിച്ച് നമ്മൾ തന്നെ പിള്ളേർക്ക് പരീക്ഷ നടത്തുന്നു. പിള്ളേർ മിടുക്കലാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ എന്താണ് വേറെ ഒരു മാർഗവും ഇല്ല. അപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്നത് ആരെ നശിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ടീച്ചർക്കും വീട്ടുകാർക്കും അവന്റെ രാഷ്ട്രത്തിനും എല്ലാം അവനെക്കുറിച്ച് എന്താ ഒരു ബോധ്യം ഉണ്ടാകണമല്ലോ എന്നുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതുപോലെ
കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് വേദന ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. എന്തിനാ ദൈവം ഇങ്ങനെ? ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് അങ്ങനെയുള്ളത് ഇന്നലെ കഷ്ടപ്പെടുത്തുന്നത്? അല്ലേ? അങ്ങനെ ഉള്ളവരാണോ ഇല്ലയോ എന്നറിയാനുള്ള ടെസ്റ്റാണ് വാസ്തവത്തിൽ അത്, ഇല്ലേ? അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ സ്നേഹം നമുക്ക്, ഇറ്റ് ഈസ് ഈസി ടു ടെൽ പീപ്പിൾ ദാറ്റ് യുനോ, നമ്മളിപ്പം അമേരിക്കക്കാരൻ അവന്റെ ഭാര്യയെ 16 പ്രാവശ്യം ദിവസം ടെലിഫോൺ ചെയ്തിട്ട് ഐ ലവ് യു എന്ന് പറയും. 16 പ്രാവശ്യം ജീവിതത്തിൽ ഭാര്യയെ മാറുകയും ചെയ്യും. അപ്പോൾ പറയാൻ ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ. പക്ഷേ എന്താണ്, സ്നേഹിക്കുന്നെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കാനായിട്ട് അതിന് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും? ഓൺലി വെൻ യു പേ എ കോസ്റ്റ് ഫോർ യുവർ ലവ്, ഓൺലി വെൻ യു പേ എ കോസ്റ്റ് ഫോർ ഫോളോയിങ് ജീസസ് ഹോൾ ഹാർട്ടഡ്ലി. അതർവൈസ് യു കനോട്ട് സേ ദാറ്റ് ഐ ആം. എല്ലാവർക്കും പറയാം ഞാൻ പൂർണ്ണഹൃദയത്തോടുകൂടെ കർത്താവിനെ സേവിക്കുന്നു. പൂർണ്ണഹൃദയത്തോടെ സേവിക്കുമെന്ന് പറയുന്നെങ്കിൽ അത് തെളിയിക്കാനായിട്ട് പലപ്പോഴും കർത്താവ് ആവശ്യപ്പെടുമെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ആവശ്യപ്പെടും. അപ്പൊ നമ്മളിപ്പോ ഇൻഫാക്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം, ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറി പറയുന്നത്, ഇത് കേൾക്കുന്ന ചില ആളുകളെങ്കിലും സുവിശേഷ വേലയിൽ വളരെ ഇൻവോൾവ് ആണ്. നമുക്കൊക്കെ സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നറിയാം, ചെല്ലുക, ഉടനെ തന്നെ ഒരു 500 പേർ ഒരുമിച്ച് കൂടി വരിക, പോരാൻ നേരത്തേക്ക് ഒരു 50 പേരെ സ്നാനപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ വി ആർ മോർ ദാൻ ഹാപ്പി. അപ്പോൾ പലപ്പോഴും ഈ കാര്യം എന്ന് പറയുന്ന ഈ ഹിറ്റ്, ഞാൻ ഇവിടെ തന്നെ പറഞ്ഞാണല്ലോ, ഹിറ്റ് ആൻഡ് റൺ പോലെയുള്ള ഒരു കാര്യമല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. പലപ്പോഴും കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നത് നീ അവരോട് ഐഡന്റിഫൈ ചെയ്യാനാണ്. മോശയെ അവരുടെ രക്ഷകനാക്കാൻ വേണ്ടി മോശയോട് എന്ത് പറഞ്ഞു? നിന്റെ സഹോദരന്മാരോട് നീ ഏകീഭവിക്കണമെന്ന് പറഞ്ഞു, ഇല്ലേ? അല്ലെങ്കിൽ അവനെ അവരുടെ രക്ഷകനാക്കാനായിട്ട് ദൈവം തയ്യാറല്ല. യേശു കർത്താവ് ഞാൻ ഭൂമിയെ മുഴുവൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ പോകുന്നതിന് മുമ്പായിട്ട് നീ എന്ത് ചെയ്യണം? നിന്റെ സഹോദരന്മാരോട് സകലത്തിലും ഏകീഭവിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, അല്ലേ? അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീർന്നു, അല്ലേ? വായിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? നമ്മളിങ്ങനെ വായിച്ചു വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ യേശു കർത്താവ് എന്തുകൊണ്ടാണ് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സദൃശ്യനായി തീർന്നത്? അവിടെ രക്ഷാനായകനാകുവാനുള്ള യോഗ്യത അവൻ നേടിയെടുക്കുന്നത് അവരോട് സദൃശ്യനായി തീർന്നുകൊണ്ടാണ്. സുവിശേഷ വേലയിലും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ ആ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് വേണം. ഞാൻ 91 തോന്നുന്നു, ഒരു പ്രാവശ്യം ആന്ധ്രാപ്രദേശില് ഇങ്ങനെ ട്രെയിനിൽ പോവുകയാണ്. ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബുക്ക് ഓഫ് ഐസയ ഇങ്ങനെ വായിച്ചപ്പോൾ കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള ഭാവം ഇങ്ങനെ വായിച്ചു, വേദസം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നാണെങ്കിലും നീ കഷ്ടപ്പെടല്ലേ, നീ ഞാനോട് കഷ്ടപ്പെടേണ്ട കാര്യമല്ല, അല്ലേ? എല്ലാവരും കൂടെ കഷ്ടപ്പെടേണ്ട കാര്യം എന്തോരം ഉണ്ടോ? ഞാനിപ്പോ ഏതാണെങ്കിലും സുവിശേഷം പഠിക്കും, നീ ഏതാണെങ്കിലും നീ കഷ്ടപ്പെട്ടു, പിന്നെ ഇപ്പൊ ഞാനോട് എന്തിനാ കഷ്ടം സഹിക്കുന്നു? അപ്പൊ ഞാൻ വായിച്ച ദൈവശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്നൊന്നും ഈ കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പൊ ആന്ധ്രാപ്രദേശ് ഞാൻ ചെന്ന് തെലുഗു സ്പീക്കിംഗ് ആൾക്കാരുടെ ഇടയ്ക്കാണ് ബൈബിൾ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും ഉണ്ട്. പകലും രാത്രിയിലും ഓൾമോസ്റ്റ് ഐ വാസ് ടോട്ടലി ബിസി. രാത്രി ഞാൻ എപ്പോഴും കിടക്കുന്ന 2 മണിയൊക്കെ ആകുമ്പോഴാണ് മിക്കവാറും കിടക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയ ഗ്രൂപ്പ് വളരെ എന്തൂസിയാസ്റ്റിക് ആണ്. അവർ ഈ പകൽ മുഴുവൻ ആരെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് സംസാരിക്കാനും വർത്തമാനം പറയാനും, മീൻസ് ബിബ്ലിക്കൽ എക്സ്പോസിഷന് വേണ്ടിയൊക്കെ വിടുക. അപ്പൊ നോർമലി ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു സ്ലീപ്പ്. ഞാൻ എനിക്ക് തോന്നുന്നത് 15th ഡേയോ 15ാമത്തെ ദിവസം ബൈബിൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. 15ാമത്തെ ദിവസം അവിടെ ഒരു മീറ്റിംഗ് നടന്നത് ഒരു വളരെ പാവപ്പെട്ട ഒരു തെലുഗു സ്പീക്കിംഗ് ചർച്ചാണ്. ഒരു പാവങ്ങൾ ഒരു ചെറിയൊരു ഷെഡ് പോലെ പണിത് അവിടെയാണ്. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരാളുടെ വീട്ടിൽ ചെന്നിങ്ങനെ സുവിശേഷം ഷെയർ ചെയ്യുകയാണ്. ഒരു മലയാളിയെ, ഒരു മിലിറ്ററിയുടെ ഒരു മേജറാണ്. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ മോളുടെ പേര് ശ്രുതി എന്നാണ്, എന്റെ മോളുടെ പേരും ശ്രുതി എന്നാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐ ഹാഡ് സം കൈൻഡ് ഓഫ് അവൾ എന്നോട് വളരെ ഇന്റലിജന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, അങ്കിൾ വാട്ട് ലാംഗ്വേജ് ഡിഡ് ജീസസ് സ്പീക്ക്? അപ്പൊ ഞാൻ ചില കൊച്ചു 4 വയസ്സോ 5 വയസ്സോ കണ്ടേ ഉള്ളൂ. അപ്പോഴത്തെ കൊച്ചിന്റെ താല്പര്യമൊക്കെ വളരെ ഇതാണല്ലോ. അപ്പൊ ഞാൻ ഈ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിനോട് പറയുകയും കർത്താവ് സംസാരിച്ച ഭാഷ അരാമൈക് ആണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദ ഫാദർ വാസ് മോർ ഇൻട്രസ്റ്റഡ്. അപ്പൊ പുള്ളിക്കാരനടുത്ത് വന്നിട്ട് ഒത്തിരി കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, എനിക്കൂടെ ബൈബിൾ ക്ലാസ്സിന് വരുന്നതിനകത്ത് ബുദ്ധിമുട്ട് വന്നു. ഞാൻ നോ പ്രോബ്ലം. അപ്പൊ അവിടെ വന്ന് ഇദ്ദേഹം ഞങ്ങൾ എല്ലാവരും കൂടെ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കാണ്ട് കൂടെ ഇങ്ങനെ താഴെ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മുന്നേ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ഭൂതമുണ്ടായി. അപ്പം ഭൂതമുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്രയും പരിചയമൊന്നും ഉള്ള ആളൊന്നും അല്ല. പക്ഷെ ഞാൻ കർത്താവ് എനിക്ക് പ്രസംഗിക്കുമ്പോൾ നിനക്കറിയാമല്ലോ സ്വസ്ഥത വേണം, അതുകൊണ്ട് അന്നേരം ഈ ശല്യം ഒന്നും ഉണ്ടാകാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐ ജസ്റ്റ് ട്രൈഡ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇംഗ്ലീഷിൽ നിന്ന് തെലുങ്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്.
ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഹിയർ ടു പ്രീച്ച് ദ ഗോസ്പൽ വിത്ത് ദി അതോറിറ്റി ഗോഡ് ഹാസ് ഗിവൻ മീ. And when Jesus appointed his disciples to preach gospel, അപ്പോൾ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. Preach gospel, he gave not only the authority to preach gospel, but also to cast out demons. And with that authority, I cast out the demon in that woman. അപ്പം അതിന് മുമ്പ് പറഞ്ഞ എല്ലാം ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ ഇംഗ്ലീഷിൽ അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദൈവം ആ അധികാരത്തോടു കൂടെ ഞാൻ ആ സ്ത്രീയുടെ ഉള്ളിലെ പിശാചിനെ പുറത്താക്കും എന്ന് പറഞ്ഞത് അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. ഈ സ്ത്രീ എടുത്തെളിച്ചു താഴെ. അപ്പോഴത്തേക്ക് നാച്ചുറലി ഒരു in few minutes everything was okay and I preached gospel for 1.5 hours. Very cool and നല്ല അന്തരീക്ഷത്തിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് പറ്റി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം എനിക്ക് എണീക്കാനും വയ്യ, എണീക്കുക ഛർദ്ദിക്കുക. അപ്പം ഞാൻ ഒത്തിരി റീസൺ ചെയ്യാനായിട്ട് നോക്കി. മേ ബി ഇത്രയും ഞാൻ ഒത്തിരി എക്സോസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. I was almost fainted. I couldn't even stand. എണീറ്റ് നിന്നിട്ട് വേണമല്ലോ ബാക്കി കാര്യം, നിലത്ത് നിന്നിട്ട് വേണമല്ലോ വേല കാണിക്കാണെന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അന്ന് ഉച്ചയ്ക്കും വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. ഉച്ചകളത്തെ മീറ്റിംഗ് പിന്നെ ഒരു പ്രൈവറ്റ് എൻഗേജ്മെന്റ് ആണ്, വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അന്നേരം എന്നെ സ്റ്റേജെ കൊണ്ടങ്ങ് നിർത്തിയാൽ മതി, ഐ വിൽ മാനേജ്. പക്ഷെ ഞാനിങ്ങനെ ഐ വാസ് ഇൻ എ ട്രാൻസ് ആൻഡ് ഗോഡ് വാസ് സ്പീക്കിംഗ് ടു മീ. കർത്താവിനോട് ചോദിച്ചു, നീ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ, എന്തിനാണ് ദാസൻ കഷ്ടത സഹിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞു, യു ആർ ലിവിംഗ് ഇൻ എ വെരി കംഫർട്ടബിൾ റൂം, യു ഗെറ്റ് ഓൾ ഗുഡ് ഫുഡ് and people take you wherever you want, you're getting everything that you need. പക്ഷെ നീ പ്രീച്ച് ചെയ്ത ആളുകളുണ്ടല്ലോ, അവരൊക്കെ എന്ന് പറയുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരും വിഷമിക്കുന്നവരും ഭൂതബാധിതരും ഒക്കെയാണ്. നീ അവരുടെ അടുത്ത് പോയി അവളുടെ ഭൂതമൊക്കെ അറിയുമ്പോൾ നിനക്ക് വലിയ സന്തോഷമല്ലല്ലോ. നമുക്കെല്ലാം ഉണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചൊരു ഭൂതമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നീ അവരെ സ്നേഹിക്കുന്നെന്നുള്ളതിന്റെ തെളിവെന്താണ്? നീ അവരെ സ്നേഹിക്കുന്നുള്ള തെളിവെന്താണ്? നിനക്ക് മോളിൽ നിന്ന് താഴോട്ട് നിന്ന് അവരുടെ എന്തുവാ എൻജോയിങ് ഓൾ ദ ഫെസിലിറ്റീസ് ആൻഡ് യു ജസ്റ്റ് പ്രീച്ച് ആൻഡ് ഗോയിങ് ബാക്ക് ആൻഡ് എപ്പോഴും നിനക്ക് വലിയ സന്തോഷമായിരിക്കും. പക്ഷെ ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ലവിംഗ് ദാറ്റ് പീപ്പിൾ. ഇഫ് യു ലവ് ദ പീപ്പിൾ, അതിന് സാക്രിഫൈസ് ചെയ്യണം. ആ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. അതെനിക്കൊരു വലിയൊരു, എനിക്ക് തോന്നുന്ന ഒരു തിയോളജിക്കൽ ബുക്കിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ദൈവം എന്നോട് അത് വളരെ കൃത്യമായിട്ട് ഇടപെട്ടു. ആൻഡ് ദാറ്റ് വാസ് എനിക്കൊരു വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ അതുപോലെ എനിക്കൊരു എക്സ്പീരിയൻസ് പിന്നെ ഉണ്ടായത്, ഞാൻ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ ചർച്ചിന്റെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന വന്നപ്പോഴത്തേക്ക് കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യമായി. കർത്താവ് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ വായനയും പ്രാർത്ഥനയൊക്കെ നിർത്തുന്നതല്ല കാര്യം. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്താവിന്റെ ശബ്ദം നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പറയുന്നതല്ലാതെ ദൈവം പറയുന്നൊന്നും കേൾക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ ജോൺ ചാപ്റ്റർ 3:16 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുണ്ട്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ എന്നുള്ള വാക്യം ഇങ്ങനെ വരികയാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ച കാര്യം. അപ്പൊ കർത്താവ് എന്നോട് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു. ദൈവനോട് ചോദിച്ചു, ഐ ലവ് ദ വേൾഡ്, ഡു യു ലവ് യുവർ വേൾഡ്? ഡു യു ലവ് ദ വേൾഡ്? ഞാൻ ലോകത്തെ സ്നേഹിച്ചു, നീ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. കാര്യം ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ലവ് ദ ഹോൾ വേൾഡ് ബിക്കോസ് ഐ എം എ ഹ്യൂമൻ ബീയിങ്, യു ആർ ഗോഡ്. അപ്പൊ ഞാനിപ്പോ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനോ വല്ലതും പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. ടു ബി ഫ്രാങ്ക്, ചുമ്മാ ഞാനങ്ങ് ലോകത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞു, Lord, I think I cannot love the whole world. I am a human being. എന്നെ കർത്താവ് പറഞ്ഞു, forget about the whole world. You have a world of your own. നിനക്ക് നിന്റെ ഒരു ലോകമുണ്ടല്ലോ, അവരെ നീ സ്നേഹിക്കുന്നുണ്ടോ? അതിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉടനെ ഞാനിങ്ങനെ ആലോചിച്ചു. അന്ന് ഞാൻ ബുന്ദേൽഖണ്ഡിലാണ് വർക്ക് ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എന്റെ ലോകം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക്. അപ്പം ആ ജനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എന്റെ കണ്ണീര് രണ്ടു കൂടി കണ്ണീരൊക്കെ വരാറുണ്ട്. സ്നേഹമില്ലെങ്കിൽ കണ്ണീരൊക്കെ വരുമോ? അപ്പോൾ ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവരോട് എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ പിന്നെ എന്താണ്, ഐ സ്റ്റാർട്ടഡ് ലവിങ് ദം. ഐ സെഡ്, ലോർഡ്, ഐ തിങ്ക് ഐ ലവ് മൈ വേൾഡ്. എന്റെ ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. എന്നെ കർത്താവ് പറഞ്ഞു, ഓക്കെ. വെരി സ്ലോലി ഹി സ്പോക്ക് ടു മീ. ബട്ട് റിമെമ്പർ, when I loved the world, I gave my only begotten son. And you say you love the world and